തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടി പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം സൃഷ്ടിച്ച ജീവനുള്ള സകല ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും ദൈവം അവരുടെ ജീവൻ നിലനിർത്തുവാൻ അതതിൻ്റേതായ സ്വഭാവമുള്ള അതതിൻ്റേതായ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ആഹാരവും ദൈവം സ്വർഗത്തിൽ വെച്ച് ഓരോരുത്തർക്കും പ്രത്യേകം നിഷ്കർഷിക്കുകയുണ്ടായി. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനോട് പറഞ്ഞു, ആദമിനോട് ദൈവം പറയുകയാണ്, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം. അങ്ങനെ ആദ്യമായി മനുഷ്യൻ സസ്യഭുക്കുകളെ പോലെ ഏറിയ കാലം ജീവിച്ചിരുന്നതായി ദൈവവചനത്തിൽ നാം കാണുന്നു. അതിനുശേഷമാണ് മനുഷ്യന് മാംസാഹാരം ദൈവം ഭക്ഷിക്കുവാൻ ദാനമായി കൊടുത്തത്. മൃഗങ്ങൾക്ക് ദൈവം ഭക്ഷണം കൊടുത്തപ്പോൾ അതിന് സ്വാതന്ത്ര്യം, വേട്ടയാടുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു. അതിനിഷ്ടമുള്ള ആഹാരം കാട്ടിലും വനത്തിലും ഈ ഭൂമിയുടെ സകല മുഖങ്ങളിലുമൊക്കെ അതതിൻ്റേതായ ആഹാരത്തിൻ്റെ സോഴ്സുകളെല്ലാം ദൈവം അതിനെ കാണിച്ചു കൊടുത്തു. പ്രകൃതിദത്തമായി അവയെ സമ്പാദിക്കുവാനും അതിനെ ആഹരിക്കുവാനുമൊക്കെ ദൈവം ചില കഴിവുകൾ അതിന് നിയമിച്ചു. പക്ഷികൾക്കും അതുപോലെ, മത്സ്യങ്ങൾക്കും അതുപോലെ ദൈവം അതിനെല്ലാം നിയമങ്ങൾ വെച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ, അമേരിക്കയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒന്ന് യാത്ര ചെയ്താൽ അവിടേക്കുള്ള ഭക്ഷണ രീതികൾ വേറെയാണ്. ആ നാട്ടുകാരുടെ ഭക്ഷണ രീതി നമ്മൾ ഭക്ഷിക്കുന്നത് പോലെയല്ല. അതിൻ്റെ പ്രിപ്പറേഷൻസും അതിൻ്റെ റെസിപ്പും എല്ലാം വേറെയാണ്. നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് സുലഭമായി അവിടെ ലഭിക്കും. എന്നാൽ നമ്മൾ അവിടെ നിന്നും ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് തിരിച്ചു വന്ന്, എനിക്ക് അമേരിക്കക്കാരുടെ ഭക്ഷണം തരണമേ, എനിക്ക് അമേരിക്കക്കാരെ പോലെ ജീവിക്കാൻ അനുവദിക്കണമേ, വഴികൾ തുറക്കണമേ, അതുപോലുള്ള വാഹനങ്ങൾ തരണമേ, അതുപോലുള്ള ഭവനങ്ങൾ തരണമേ, അതുപോലുള്ള ആഹാര രീതി തരണമേ, അതുപോലുള്ള വസ്ത്രധാരണം തരണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും കരഞ്ഞാലും ഒക്കെ ദൈവം അത് നമ്മുടെ മുൻപിൽ ദൈവത്തെ പരീക്ഷിക്കുന്ന പരീക്ഷയായിട്ടാണ് ദൈവം അത് കണക്കാക്കുന്നത്. മരുഭൂമിയിൽ ഇസ്രായേൽ ജനമായിരുന്നപ്പോൾ അവർക്ക് ഭക്ഷിപ്പാൻ മന്ന ദൈവം കൊടുത്തു. ആ മന്നായിൽ സകലവിധ വൈറ്റമിൻസും ദൈവം അടക്കിയിരുന്നു. മനുഷ്യൻ മോഹത്തിന് അടിമകളായി, കൊതിക്ക് ഭംഗം അതിന് മതി വന്നില്ല. അവർ വീണ്ടും അവരുടെ ഭക്ഷണത്തോടൊപ്പം അവർ ആഗ്രഹിച്ചത് മിസ്രൈമിലെ ആഹാര രീതികൾ പെട്ടെന്ന് അവർ ആഗ്രഹിച്ചു. ദൈവം അതൊരു പരീക്ഷയായിട്ട് കണക്കിട്ടു. അവർക്ക് ഇറച്ചി വേണമെന്ന് ആവശ്യപ്പെട്ടു. അവർ ഇറച്ചി ഭക്ഷിക്കരുതെന്ന് ദൈവത്തിന് നിർബന്ധമൊന്നുമില്ല. പക്ഷെങ്കിൽ ദൈവം കൊടുത്ത ആഹാരത്തിൽ തൃപ്തിയില്ലാതെ വിദേശ ഭക്ഷണം അവർ ആഗ്രഹിച്ചതിനാൽ അത് ദൈവത്തിന് കോപമായി തീർന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് വരും കാലത്ത് മന്ന നിന്നുപോയി. അവരുടെ മുൻപിൽ ആ കനാൻ ദേശത്തിലെ പർവ്വജാതികളെയോ മൃഗങ്ങളെയോ ദൈവം കാണിച്ചില്ല. പൂത്തുലഞ്ഞ് സമൃദ്ധിയായി വിളയുന്നതായ മുന്തിരിക്കുലകളും പഴവർഗ്ഗങ്ങളും അവരുടെ മുമ്പിൽ ദൈവം കാണിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെ ഓരോ മനുഷ്യർക്കും ജന്തുക്കൾക്കും എല്ലാവർക്കും അവരായിരിക്കുന്ന സ്ഥാനം എവിടെയോ, അവർ ജീവിക്കുന്ന രീതി എവിടെയോ അതതിൻ്റെതായ ഭക്ഷണക്രമങ്ങളും ദൈവം നിയമിച്ചാക്കി. യോഹന്നാൻ സ്നാപകനെ ദൈവം മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി നിയോഗിച്ചപ്പോൾ, അവനെ അയച്ചപ്പോൾ, അവന് ഉടുക്കുവാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും ഭക്ഷിക്കുവാൻ വെട്ടുക്കിളിയും കാട്ടുതേനും കൊടുത്തു. ഒരിക്കൽ പോലും യോഹന്നാൻ സ്നാപകൻ നാട്ടിൻപുറങ്ങളിൽ ബിരിയാണി വിളമ്പുന്നുണ്ടല്ലോ, മട്ടൺ മസാല അല്ലെങ്കിൽ ഇറച്ചി വർഗ്ഗങ്ങളൊക്കെ വിളമ്പുന്നുണ്ടല്ലോ, അപ്പവും ഇറച്ചിയും എനിക്ക് വേണം, എനിക്കെന്തുകൊണ്ടത് തരുന്നില്ല എന്ന് ദൈവത്തോട് യോഹന്നാൻ സ്നാപകൻ ചോദിച്ചില്ല. കാരണം തനിക്ക് വേണ്ടി ദൈവം നിയോഗിച്ച ഭക്ഷണക്രമങ്ങളെക്കുറിച്ച് അവന് വലിയ ബോധമുണ്ടായിരുന്നു. എനിക്കൊരു പ്രിയ സുഹൃത്ത്, അറബ് ദേശക്കാരനായ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും ഞാനും തമ്മിൽ വലിയ സ്നേഹിതരായിരുന്നു.
ഞങ്ങൾ സ്വതന്ത്രരായി ചിലപ്പോൾ ഒക്കെ ചിലയിടത്തൊക്കെ പോയിരുന്ന് ദീർഘകാലം പഴയ കാലങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ 25-ാമത്തെ വയസ്സ് വരെ അരിയാഹാരം കഴിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താണ് അരിയാഹാരം കഴിക്കാഞ്ഞത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അരിയാഹാരം എല്ലാവർക്കും ലഭിച്ചിരുന്നില്ല. ഞങ്ങളുടെ ദേശത്ത് അരി വിളയുകയില്ല, കൃഷിയില്ല. പടകുകളിലും ലോഞ്ചുകളിലും എല്ലാം പോയി വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന അരി അത് വലിയ വിലയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഭവനത്തിൽ അത് വാങ്ങാൻ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പൊതുവായി എല്ലാവരും ഭക്ഷിച്ചിരുന്നത് ഈന്തപ്പഴവും ചുട്ട മീനും ഉപ്പുവെള്ളം കുടിക്കും. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളുടെ ആരോഗ്യമൊന്നും ക്ഷയിച്ചു പോയില്ല. ഞങ്ങൾ ആരോഗ്യവാന്മാരായിരുന്നു. ഞങ്ങൾക്ക് രോഗമൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ ഭൂമിക്ക്, ഞങ്ങളുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ മരുപ്രദേശത്ത് ജീവിക്കുവാൻ ദൈവം അതിനകത്തെല്ലാം അതിൻ്റെ എല്ലാ ശരീരത്തിന് വേണ്ട പോഷകങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരുന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് വാസ്തവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു അനുഭവമാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 147-ാം സങ്കീർത്തനം 9-ാം വാക്യം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, സങ്കീർത്തനക്കാരനായ ദാവീദ് 2 കക്ഷികളെ നമ്മുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഒന്ന് മൃഗങ്ങൾ, 2 കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾ. ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. എന്നാൽ ദൈവം കൊടുക്കുന്ന ആഹാരത്തിൻ്റെ രീതികളെ നമ്മെ മനസ്സിലാക്കിക്കുവാൻ ഇവരെ 2 പേരെയും ദാവീദ് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ചില സന്ദേശങ്ങൾ, അതിൽ കൂടെ അന്തർലീനമായി കിടക്കുന്ന ചില സന്ദേശങ്ങളെ നമുക്കത് തെളിവാക്കി തരുന്നുണ്ട്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഹാരം ആരും അതിന് കൊടുത്തില്ലെങ്കിലും അത് സ്വതവേ തനിയെ അത് തേടി അത് ആഹാരം സമ്പാദിക്കുന്നു. അതിനുശേഷം ദാവീദ് എടുത്ത് കാണിക്കുന്നത് കരയുന്ന കാക്കക്കുഞ്ഞ്. എന്താണ് ഈ കരയുന്ന കാക്കക്കുഞ്ഞെന്ന് പറഞ്ഞാൽ? ഈ കാക്കക്കുഞ്ഞുങ്ങൾക്ക് സ്വതവേ ഭക്ഷണം പാചകം ചെയ്യാനോ തേടിപ്പിടിക്കാനോ ഒന്നും കഴിവില്ല. അതങ്ങ് മരത്തിൻ്റെ മുകളിലുള്ളൊരു കൂട്ടിൽ സ്വയം പറക്കുവാൻ കഴിവില്ലാതെ വിശന്ന് അത് കരയുകയാണ്. അതിനറിയാം സമയത്തിന് അതിൻ്റെ മാതാപിതാക്കൾ എവിടുന്നെങ്കിലും അവർക്ക് കഴിക്കാൻ പാകമായി അതിൻ്റെ ചുണ്ടുകളിൽ കൊടുക്കുവാനുള്ളതായ ഒരു പ്രിപ്പറേഷൻ, റെഡി ഫുഡുമായി അവരുടെ മാതാപിതാക്കൾ വരും എന്നുള്ളതായ ഒരു പ്രത്യാശ കാക്കക്കുഞ്ഞുങ്ങൾക്കുണ്ട്. ആ മാതാപിതാക്കളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി ഞങ്ങൾ വിശന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മറന്നു കളയരുത് എന്നുള്ളതായ ഒരു സൂചനയോടുകൂടി അത് കരഞ്ഞുകൊണ്ടിരിക്കും. 2 പ്രവൃത്തികളെ ദൈവം മുൻപാകെ ഉള്ളതായ 2 പ്രവൃത്തികളെ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഒന്ന്, സ്വതവേ ആഹാരം തേടി കഴിക്കുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു വിഭാഗം. 2, സ്വതവേ ആഹാരം തേടുവാനും അത് കണ്ടെത്തുവാനും കഴിവില്ലാതെ ദൈവം കൊടുത്തിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊണ്ടുവരുന്ന ആഹാരത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന വേറൊരു കഴിവില്ലാത്ത ഒരു വിഭാഗം. ഈ 2 വിഭാഗത്തെ എടുത്ത് കാണിക്കുകയാണ്. ദൈവം ഇവരെ 2 പേരെയും അവരവർക്ക് ആവശ്യമായ ആഹാരം കൊടുത്ത് പോറ്റുന്നു. ഇവിടെ നിന്നും ചൈനയിലേക്കും കൊറിയയിലേക്കും ജപ്പാനിലേക്കും സിംഗപ്പൂരിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് മംഗോളിയൻ വർഷങ്ങളിലേക്കും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് നന്നായി ഗ്രഹിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ആഹാര രീതി വേറെയാണ്. നമുക്കവിടെ ചെന്നാൽ പെട്ടെന്ന് ആ ആഹാരം നമുക്ക് കഴിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് ആകുന്ന രീതിയിൽ കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിൽ ആകർഷണീയരായാൽ നമ്മുടെ സ്വദേശത്തേക്ക് വന്ന് പെട്ടെന്ന് അത് ആഗ്രഹിക്കുമ്പോൾ അത് വിദേശ വസ്ത്രം ആഗ്രഹിക്കുന്നതിന് തുല്യമായ ഒരു മോഹമായി ദൈവം അത് കണക്കാക്കുന്നു. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വായിക്കുന്നത്, അന്നാളിൽ അവരുടെ വിദേശ വസ്ത്രങ്ങളിന്മേൽ എൻ്റെ ന്യായവിധി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശ വസ്ത്രം ധരിക്കരുതെന്നല്ല ദൈവത്തിൻ്റെ അക്ഷരീകമായ അർത്ഥമല്ല. നമ്മൾ സ്വദേശത്ത് ജീവിക്കുമ്പോൾ വിദേശത്തെ ആ വസ്ത്രധാരണത്താൽ നമ്മളിലുണ്ടാകുന്നതായ സൗന്ദര്യ വർധനവിൻ്റെ ഒരു സ്വാധീനത അല്ലെങ്കിൽ ഒരു മോഹം, ഒരു ഇച്ഛ, ഒരാഗ്രഹം നമ്മെ ഭരിക്കുന്ന ആ ആഗ്രഹത്തെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് തിരുവചനത്തിൽ വായിക്കുന്നത് വിദേശ വസ്ത്രം.
സ്വദേശത്തിലുള്ളതായ വസ്ത്രം കൊണ്ട് അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്നതായ സൗന്ദര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും ബലം കൊണ്ടും തൃപ്തിയില്ലാതെ വിദേശമായതിനെ മോഹിച്ചോടുന്നതായ ഒരു മോഹാവസ്ഥ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ദാവീദ് പറയുകയാണ്. അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയോട് അല്ലെങ്കിൽ തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ ഭയപ്പെടുന്നവർ, തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവർ. നോക്കൂ, ആദ്യകാലങ്ങളിൽ ആദിമസഭയിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ സുവിശേഷം ജനങ്ങളുടെ ഇടയിൽ ഘോഷിക്കപ്പെട്ടപ്പോൾ സഭയിൽ കൂടി വന്നവർക്കെല്ലാം പല ധാരണകളുണ്ടായിരുന്നു. വയറു നിറച്ച് സമൃദ്ധമായ ആഹാരം കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ളതായ സമൃദ്ധികളൊക്കെ ഉണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ അക്കാലത്ത് വരുന്നിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സഭകളോട് പറയുന്നത്, ദൈവരാജ്യം നോക്കൂ, ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിന് സന്തോഷമാണ്. അതൊരു പുത്തൻ അറിവായിരുന്നു. അങ്ങനെ നീതിയുടെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും അവരുടെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ ആഹാരത്തെക്കുറിച്ചുള്ളതായ ഒരു മോഹം, പട്ടിണിയും പൈതാക്കവും അല്ലെങ്കിൽ വിശപ്പും ദാഹവും എല്ലാ നിന്ദകളും അപമാനങ്ങളും ഉപദ്രവങ്ങളും അവർ ഈ ദൈവരാജ്യത്തിൽ സന്തോഷമായി അവർ പരിഗണിച്ചു. അവരുടെ ജീവിതത്തിൽ പ്രത്യാശ വളരുവാൻ തുടങ്ങി, കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ബുദ്ധിമുട്ടിലിരിക്കുവാനും സമൃദ്ധിയായിരിക്കുവാനും എനിക്കറിയാം, ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. ദൈവം തരുന്നത് എന്തോ അതിൽ തൃപ്തരായിരിക്കുന്ന അവസ്ഥ. നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ തലമുറകൾക്കും അവർക്ക് യോജിച്ച കാര്യങ്ങൾ, അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ദൈവം തക്ക സമയത്ത് വിളമ്പും. അതിന് യാതൊരു മുടക്കവുമില്ല. തന്നിൽ ആശ്രയിക്കുകയും തന്നിൽ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നവർക്ക്, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൽ പ്രസാദം വയ്ക്കുവാൻ അല്ലെങ്കിൽ അവനിൽ പ്രത്യാശ വയ്ക്കുവാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ഓടുന്നതായ ഒരു ജനങ്ങൾ ആരുണ്ടോ അവരിൽ ദൈവം അവർക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ ശക്തനെന്ന് തക്ക സമയത്ത് അവർക്ക് ആഹാരം കൊടുക്കുന്നതെന്ന് ദാവീദ് ഇവിടെ നമ്മോട് ബലമായി അല്ലെങ്കിൽ പ്രത്യാശയോടെ നമ്മോട് സംസാരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ദൈവത്തെ ഭയപ്പെടുകയും അവനെ പ്രസാദിപ്പിക്കുകയും അവൻ്റെ വചനങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്നു. അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നു. ജീവനും ഭക്തിക്കും ആവശ്യമതെല്ലാം കൊടുക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ പലപ്പോഴും പരീക്ഷയിലാകുന്നത്, പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നത് നമ്മൾക്ക് യോജിക്കാത്ത അല്ലെങ്കിൽ നമുക്കർഹിക്കാത്തതായ പലതിനും ഉള്ളതായ മോഹങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. തത്തുല്യമായ ജീവിത ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളോടും പക്ഷികളോടും മറ്റുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ചേരാത്തതായ മറ്റു വംശങ്ങളോടും ഉള്ളതായ തത്തുല്യത നമ്മുടെ ജീവിതത്തിൽ മോഹം ജനിപ്പിച്ചുകൊണ്ട് അവരെ പോലെയാകുവാൻ നാം ആഗ്രഹിക്കുന്നു. കാക്കകൾ മൃഗത്തെ പോലെയാകാൻ ആഗ്രഹിക്കുന്നില്ല, മൃഗങ്ങൾ കാക്കയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം അവർക്ക് കൊടുത്തതായ ഭക്ഷണം തക്ക സമയത്ത് കൊടുക്കുന്നുള്ള ഒരു പ്രത്യാശ പ്രകൃതിദത്തമായി ദൈവം അവരിൽ കൊടുത്തു. മനുഷ്യരെ നോക്കുവാൻ അവരെക്കാളും മനുഷ്യരെത്ര വിശേഷതയുള്ളവർ. ദൈവം നമ്മെ വിശേഷതയുള്ളവരായി വിളിച്ചു. ദൈവം നമ്മെ നമ്മുടെ വിശേഷത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ദൈവം തന്നിരിക്കുന്നതായ വിശേഷതയിൽ നിലനിൽക്കുവാനുള്ള ഒരു ഉത്തേജനം ഈ പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കുമെങ്കിൽ, ഈ തിരുവചനത്തിൽ നമുക്ക് ലഭിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി തേടി വരും, സമാധാനം തേടി വരും. അല്ലലില്ല, മറ്റു പ്രയാസങ്ങളൊന്നുമില്ല. ദൈവം ഏത് വഴികളിൽ കൂടെ നടത്തിയിരുന്നാലും ശരി, ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ദൈവം തരുന്നതെങ്കിലും അതിൽ നിനക്കാവശ്യമായ സകല വൈറ്റമിൻസും അതിൽ അടങ്ങിയിട്ടുണ്ടാകും. ദൈവം നിന്നെ മരുഭൂമിയിലാണ് ആക്കുന്നതെങ്കിൽ അവിടെ തരുന്ന മന്നായിൽ സകലതുമുണ്ട്. ദൈവം നിന്നെ വേറൊരു രീതിയിൽ സമൃദ്ധിയിലേക്കാണ് നടത്തുന്നതെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമായ രീതിയിൽ അതിനെയൊക്കെയും അവകാശമാക്കാൻ ദൈവം ദിവ്യജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവം നടത്തുന്ന വഴികളിലൊക്കെയും സന്തോഷമുള്ളവരായിരിക്കുവാൻ, മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന തക്ക സമയത്ത് കൊടുക്കുന്ന ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും പുലർത്തുവാൻ അവൻ ശക്തൻ എന്നുള്ളത് ഒരു വിശ്വാസം ഈ പ്രഭാതത്തിൽ തിരുവചനം നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.